ഇതാണ് കപ്പത്തോട്ടം. ഇതാണ് നല്ല പാടങ്ങൾ. നെല്ല് കൊയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളത്. നമ്മൾ പാടത്തിൻ്റെ നടുക്കിൽ കൂടെയാണ്, വണ്ടിയിലാണ് വരുന്നത്. ഇതേണ്ട പശുക്കൾ നമ്മുടെ വണ്ടീൻ്റെ മുന്നിൽ കൂടെ വരുന്നു. നമ്മളപ്പോൾ സ്പീഡ് കുറച്ചു കേട്ടോ. നല്ല ഭംഗിയിൽ സ്ഥലങ്ങൾ കാണാൻ നല്ല രസമാണ്. നമ്മൾ നെൽപ്പാടത്തിൻ്റെ നടുവിൽ കൂടെ പോകുന്നതുകൊണ്ട് നല്ലതാണ് കാണുന്നത്. ഈ കാണുന്നതാണ് വൈക്കോൽ തുരുത്തുകൾ. പണ്ട് വീട് മേയാൻ ഉപയോഗിക്കുമായിരുന്നു. ഹലോ കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ കുളവള്ളിയിലെത്തി. അതാണ് കന്നാനം പുഴ. കന്നാനം പുഴയിലെ വെള്ളം നേരെ കബനി പുഴയിലേക്ക് ഒഴുകി ചെല്ലും. അത് ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. കന്നാനം പുഴയിലെ അപ്പുറത്താണ് വലിയൊരു ഫോറസ്റ്റാണ് നിൽക്കുന്നത്. അവിടെ കുറേ മൃഗങ്ങളെ കാണാം. ഇത് വലിയൊരു മൈതാനമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കൊമ്പാന കണ്ടോ കൂട്ടുകാരെ? ആനേനെ കണ്ടോ? അതങ്ങ് ദൂരെ ആയതുകൊണ്ട് കാണിക്കാൻ പറ്റാത്ത, എന്നാലും കുറച്ച് കാണാം. ഇപ്പോൾ പാടത്തിന് നടുക്കാണ്. ഇപ്പോൾ കൊയ്ത്ത് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പാടം ഇങ്ങനെ കിടക്കുന്നത്. കൂട്ടുകാർ, ഈ മീൻ കണ്ടോ? ഇത് ചത്തു കിടക്കുകയാണ്. ഇതിൻ്റെ പേരാണ് ശർക്കർ. നിങ്ങളിപ്പോൾ കാണുന്ന കന്നാരം പുഴയാണ്. കന്നാരം പുഴേൻ്റെ അപ്പുറത്താണ് കബനിപ്പുഴ. നിങ്ങളിപ്പോൾ കന്നാരം പുഴയിലെ വെള്ളമാണ് കബനിയിലേക്ക് ഒഴുകി ചെന്ന് കാണുന്നത്. ഇവിടെ നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റും, പക്ഷേ ഇവിടെ വെള്ളമായിട്ടുണ്ടാകും നമുക്ക് അവിടെ പോകാൻ പറ്റാത്ത. ആനേനെയും കണ്ടു, പക്ഷേ മാനിനെയും മയിലിനെയും കാട്ടാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും അത് ഓടിപ്പോയി. ഇതാണ് വൈക്കോൽ തുറു. പണ്ട് വീട് മേയാനും ഉപയോഗിക്കും, പശുവിന് തിന്നാനും തീറ്റ കൊടുക്കാനും കൊടുക്കും. ഇപ്പോൾ ആരും മേട് മേയാൻ ഉപയോഗിക്കില്ല, പശുവിന് തീറ്റ കൊടുക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഇത് മെഷീനും കൊണ്ട് കെട്ടി റോളാക്കി വെച്ചേക്കുക. സന്ധ്യയായി, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കൂട്ടുകാരെ. ബൈ ബൈ.